ഞാൻ വീട്ടിൽ വന്ന് ആദ്യം കയറുന്ന അടുക്കളയിലോട്ടാണ്, പിന്നെ ഉള്ളൂ ബാക്കിയെല്ലാം, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളുള്ളൂ. അങ്ങനെ അടുക്കളയിൽ കയറി എല്ലാം പാത്രങ്ങളെല്ലാം തുറന്ന് നോക്കുമ്പം ഈ മീൻകറി, മീൻ വറുത്തയും ചീനിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കുറേ ദിവസം കൊണ്ട് കടയിൽ ഫുഡ് കഴിച്ച് ഇങ്ങനെ നാവ് വല്ലാതെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നാണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേനും രാത്രി അടുക്കളയിൽ കയറി നോക്കിയപ്പോഴത്തേനും നല്ല ചൂരക്കറിയും, പിന്നെ അത് വെച്ചൊരു പിടി പിടിച്ച് ചീനിയും. മുളകിട്ട കറി എനിക്ക് ഭയങ്കര ഇഷ്ടം, തേങ്ങാക്കറി എനിക്കാണ് കൂടുതൽ ഇഷ്ടം, എനിക്ക് മുളക് കറിയാണ്. അങ്ങനെ അമ്മ വെക്കുന്ന മുളക് കറി എന്ന് വെച്ചാൽ അടിപൊളിയാണ്, കിടിലം സാധനം. അങ്ങനെ അതും ചീനിയും പിന്നെ ഒരു തോരനും എല്ലാം കൂടെ വെച്ച് രാത്രി ഒരു പിടി പിടിച്ച് ഇപ്പം തന്നെ നാവിന്ന് വെള്ളം വരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പം ആ പഴഞ്ചോറും ഇന്നലത്തെ ചോറും പിന്നെ ഇന്നലത്തെ ചീനിയും പിന്നെ ആ കാന്താരി മുളക്, വീട്ടിൽ കാന്താരി ഇപ്പോൾ ഉണ്ട്, അപ്പോൾ ആ കാന്താരി മുളകും രാവിലെ അമ്മ ചീനി പുഴുങ്ങിയായിരുന്നു കഴിക്കാൻ വേണ്ടി, പഴഞ്ചോറ് കഴിക്കാത്തവർക്ക്. അങ്ങനെ ചീനി പുഴുങ്ങിയതും അതിനുവേണ്ടി ഒരു കാന്താരി ചമ്മന്തി ഉണ്ടാക്കി. എൻ്റെ പൊന്നോ, കിടിലൻ സാധനം. നമ്മളെ വീട്ടിലെ ചോറും ചീനിയും ചൂരക്കറിയും ഇതൊന്നും വേണ്ട, വീട്ടിലെ ചമ്മന്തിയും ചോറും ഒരു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ തന്നെ കിടിലം. വീട്ടിലെ ഫുഡെന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.